യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഹല്ലേലൂയ. ഇന്ന് ചെറിയൊരു വചനഭാഗം പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിച്ച് നിങ്ങളെ എത്തിക്കാൻ വളരെ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഒരു വചനഭാഗമായി എത്തോളം പ്രവൃത്തികൾ 1:8. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യെഹൂദയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട്, ഹല്ലേലൂയ, ഇന്ന് ആ ശക്തിയാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്നത്. ഇന്ന് ആ ശക്തി ലഭിച്ചവർ ഇന്ന് യെരൂശലേമിലും യെഹൂദയിലും ലോകത്തിന്റെ അറ്റത്തോളം യേശുവിന്റെ സാക്ഷികളാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് വിശ്വാസമുള്ളവർ, ഹല്ലേലൂയ, എനിക്ക് ഇന്ന് ലോകത്തിന്റെ അറ്റത്തോളം പോകുവാൻ നിങ്ങളുടെ കൂടെ ഒരു ശക്തിയുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഇത് ദൈവം തന്ന ഒരു ദാനമാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ, ഹല്ലേലൂയ, ഒരു കാര്യസ്ഥൻ, ഒരാള്, ഹല്ലേലൂയ, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്, ഹല്ലേലൂയ, എന്നാൽ എന്നെക്കാൾ ഒരു ബെസ്റ്റ് ഒരാള് നിങ്ങളുടെ കൂടെ എപ്പോഴും 24 മണിക്കൂർ 365 ദിവസവും നിങ്ങളുടെ കൂടെ നടക്കുന്ന ഒരു പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ ഉണ്ട്. ഈ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ യെരൂശലേമിൽ യെഹൂദയിലെ ലോകത്തിന്റെ അറ്റത്തോളം നിങ്ങളുടെ അവസ്ഥകളും മാറും. ഹല്ലേലൂയ. നിങ്ങൾ ആരുടെ കൂടെ നടക്കുന്നതിന് നിങ്ങൾ അറിഞ്ഞാൽ, ഹല്ലേലൂയ, നിങ്ങളൊരു അത്ഭുതമായി മാറും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഞാൻ പറയാം, പത്രോസിന്റെ പടകിനെ നിറച്ച കർത്താവ്, ഹല്ലേലൂയ, അന്ന് ആ കടൽ തീരത്ത് അനേകം പടകുകൾ ഉണ്ടായിരുന്നെങ്കിലും, ഹല്ലേലൂയ, എന്നാൽ കർത്താവ് ആ ശീമോന്റെ പടകിലാണ് കയറിയത്. ആ പടക് നിറച്ചെങ്കിൽ ഇന്ന് കർത്താവിന് നിങ്ങളെ കുറിച്ച്, എന്നെ കേൾക്കുന്ന വ്യക്തികളെ കുറിച്ച് കർത്താവിന് വലിയൊരു പ്ലാൻ ഉണ്ട്. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളുടെ പടക് നിറയ്ക്കാൻ, ഹല്ലേലൂയ, ഇന്ന് നിങ്ങളെ ഒരു അത്ഭുതമാക്കാൻ. ഇന്ന് ലോകത്തിന്റെ ഏത് ഭാഗത്തും ബൈബിളിൽ വായിക്കുവാണെങ്കിൽ നമുക്ക് പത്രോസിനെ അറിയാം. ഹല്ലേലൂയ. ആ ശീമോനായ പത്രോസിനെ, ഹല്ലേലൂയ, കർത്താവ് ഉയർത്തിയെങ്കിൽ, ഹല്ലേലൂയ, ഒരു സാഹചര്യവും ഒരു വഴിയുമില്ലാതെ നിങ്ങൾ കിടക്കുകയാണോ, നിങ്ങളൊരു ചെളിക്കുഴിയിലാണോ, ഒരു പൊട്ടക്കണക്കിലാണോ, എന്നാൽ ഇന്ന് യേശു നിങ്ങളുടെ അടുത്ത് വരിക. അത് യേശുവെ എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ അത്ഭുതമാകുക. ഹല്ലേലൂയ. ഇന്ന് ആ ശക്തി ലഭിക്കുമ്പോൾ നിങ്ങൾ യെരൂശലേമിലെ യഹൂദയിലെ ലോകത്തിന്റെ അറ്റത്തോളം നിങ്ങളെ അത്ഭുതമാക്കാൻ നിങ്ങൾ യേശു നിങ്ങളുടെ അടുത്ത് നിൽപ്പുണ്ട്. ഹല്ലേലൂയ. ഒന്ന് വിശ്വസിക്കാമോ? കർത്താവ് നിങ്ങളുടെ കാര്യത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. ഞാനൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ. പ്രിയപിതാവേ, ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. കർത്താവേ, എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളെയും കർത്താവ് ഞാൻ അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഒരു സാഹചര്യം മാറണം. കർത്താവേ, ഫീസ് അടയ്ക്കുവാൻ, ഹല്ലേലൂയ, വാടക കൊടുക്കുവാൻ, ഹല്ലേലൂയ, മക്കളുടെ വിദ്യാഭ്യാസം ഒക്കെ, വിവാഹം, എല്ലാം ഭാരത്താൽ പ്രയാസത്താൽ ഇരിക്കുന്നവരെ യേശുവിന് അത്ഭുതമാക്കണം. കർത്താവേ, യേശുവിന്റെ ആ കാര്യം, മാടിപ്പെടുത്തുള്ള കാര്യം ഇന്ന് ഇവരുടെ മേൽ ചലിക്കണം. ഇവരൊരു അത്ഭുതമാക്കി മാറ്റണം, അടയാളമാക്കി മാറ്റണം. എല്ലാം നന്മളാലും നടക്കണം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ശാലോം.